നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ അടുത്ത മാസം 1 മുതൽ പരിഷ്കരിച്ച തൊഴിൽ പെർമിറ്റ് നിയമം നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കി അധികൃതർ. അങ്ങനെ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ വിദേശികളുടെ തൊഴിൽ പെർമിറ്റ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതുവഴി കൂടുതൽ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും സാധിക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ റിദ ബിൻ ജുമാ അൽ സാലിഹാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരു പ്രമുഖ പത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തൊഴിൽ പെർമിറ്റ് നിരക്കുകൾ പരിഷ്കരിക്കുമ്പോൾ ബിസിനസ് വർദ്ധിക്കാൻ സഹായിക്കും. കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത്. സ്വദേശിവൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക തോത് വർദ്ധിപ്പിക്കുമ്പോൾ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്തു. സ്വദേശികളെ രാജ്യത്ത് പുതുതായി ജോലിക്കെടുക്കുമ്പോൾ മാസം 200 റിയാൽ സർക്കാർ സഹായമായി നൽകും. ഇത് 2 വർഷം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ പെർമിറ്റ് പുതുക്കാത്തവർക്കുള്ള പിഴ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിരക്ക് നടപ്പിലാക്കുമ്പോൾ ആണ് ഇത് ഒഴിവാക്കുന്നത്. സെപ്റ്റംബർ 1 വരെ ഈ നിയമം തുടരും. സർക്കാർ നിശ്ചയിച്ച സ്വദേശിവൽക്കരണ തോതുകൾ പൂർണ്ണമായി നടപ്പിലാക്കിയ കമ്പനികൾക്ക് ഇളവ് ലഭിക്കും. വിദേശികളുടെ തൊഴിൽ പെർമിറ്റുകൾ 30% വരെ ഇളവാണ് ലഭിക്കുക. പുതുതായി നടപ്പിലാക്കുന്ന തൊഴിൽ പെർമിറ്റ് നിരക്കുകൾ 3 വിഭാഗത്തിലാണ് ഉൾപ്പെടുക. മാനേജർ, പ്രസിഡന്റ്, സ്പെഷ്യലിസ്റ്റ്, കൺസൾട്ടന്റ് അടക്കമുള്ള ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പരിഷ്കരിച്ച നിരക്ക് 301 റിയാലാണ് നൽകുക. സ്വദേശിവൽക്കരണ തോത് പൂർത്തിയാക്കിയ കമ്പനിയാണെങ്കിൽ 211 റിയാൽ നൽകിയാൽ മതിയാകും. ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് തൊഴിലുകൾക്ക് 201 റിയാലാണ് നൽകുക. സ്വദേശിവൽക്കരണം പൂർണ്ണമായും നടപ്പിലാക്കിയ കമ്പനിയാണെങ്കിൽ തൊഴിൽ പെർമിറ്റുകൾ പുതുക്കുമ്പോൾ 30% ഇളവ് ലഭിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.